ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണിക്ക് വാക്സിൻ എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഡോസാണ് ഇന്ന് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് ചെറുനല്ലൂർക്കാണ്, അവിടേക്ക് തന്നെയാണ് ഇപ്പോഴും പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 11 മണി ആ ഒരു ടൈമിലാണ് പോയത്. ഇപ്രാവശ്യം നമ്മൾ നേരത്തോടു കൂടി പോകാമെന്ന് വെച്ചു. കാരണം നമ്മൾ വരുമ്പോൾ ലേറ്റാവും. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വരുമ്പോൾ 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം പോകുമ്പോൾ നേരത്തോടു കൂടി പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു 9:30 വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ തലേദിവസം അവൻ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പുലർച്ചെ. അപ്പോൾ അതുകൊണ്ട് എണീക്കാൻ ഇത്തിരി ലേറ്റായിട്ട് ഒരു 8:30 കഴിഞ്ഞു ഞാൻ എണീക്കുമ്പോൾ. അപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ഒരു 10 മണിയാകുമ്പോൾ വന്നാൽ മതി, കാരണം എനിക്കൊന്ന് സെറ്റ് ആവാനുണ്ടല്ലോ, കുളിയും കാര്യങ്ങളൊന്നും. അപ്പോൾ എണീറ്റ് നമ്മൾ ഫ്രഷായി ചായ കുടി കഴിഞ്ഞപ്പോഴേക്കും ഒരു 9:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് പോയി കുളിച്ച് ചെക്കനെ റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ലേ. ഇപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആൺകുട്ടിയായ കാരണം നമുക്ക് വേഗം റെഡിയാവും, അങ്ങനെയൊന്നുമില്ല. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമുക്ക് കുട്ടികളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആവാനായിട്ട് അത് നല്ല ബുദ്ധിമുട്ട്. കാരണം നമ്മളെ ആവില്ല നോക്കുക. മീൻസ് എൻ്റെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്, ഞാൻ എന്നെയല്ല നോക്കുന്നത്, അവനെയാണ് നോക്കുന്നത്. അവൻ്റെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. എൻ്റെ കാര്യം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കണത് കേട്ടോ. ഒരു 9:15 ആകുമ്പോഴേക്കും ഞാൻ ഫ്രഷൊക്കെ കഴിഞ്ഞ് ആ ടൈം ആകുമ്പോഴേക്കും ഞാൻ വേഗം വിളിച്ചു പറഞ്ഞു കേട്ടോ. ചേട്ടനെ വിളിച്ച് പറഞ്ഞു 10 മണിയാകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം തന്നെ വേഗം പോയി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് തലയും കുളിക്കണമല്ലോ. അപ്പം ചെക്കനെ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ. ചെക്കന് സമയം ഇപ്പോൾ 9:30 ആയി. കാരണം ഇപ്പോൾ 10 മണി ആയാലും നല്ല തണവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെക്കനെ കുളിപ്പിച്ചില്ല. പിന്നെ വാക്സിൻ എടുക്കാൻ പോകില്ല, അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ചൂടുവെള്ളത്തിൽ തുടപ്പിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ മ്യൂസ് വരുന്നുണ്ട്. മ്യൂസിനെ ഡ്രസ്സ് ഇടിപ്പിച്ചു. അപ്പം അമ്മ അവിടെ ഡ്രസ്സ് മാറുന്നുണ്ട്, അമ്മമ്മ അവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ആദ്യം ഇടിപ്പിച്ചത് കേട്ടോ. അപ്പം ഞാനിത് ഏതൊരു യൂട്യൂബിൽ ഞാൻ കണ്ടതാണ് കേട്ടോ. ഉണ്ണികൾക്ക് സിമ്പിളായിട്ട് തല കയറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടെക്നിക്കാട്ടോ ഞാൻ ചെയ്യണത്. പക്ഷേ ഈ ഒരു ഡ്രസ്സ് അവന് ഭയങ്കര ലൂസാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, അമ്മേനടുത്ത് ഞാൻ പറഞ്ഞു, ഈ ഡ്രസ്സ് നോക്കിയമ്മേ നല്ല ലൂസാണ്, അപ്പോൾ ഇത് മാറ്റാലേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക, ഭയങ്കര ലൂസായിട്ടുള്ള ഡ്രസ്സ് കാണുമ്പോൾ തന്നെ ഒരു ഡിസ്കംഫേർട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വെച്ച് വേണ്ട, നമുക്ക് കറക്റ്റായിട്ട് കൊള്ളാവുന്ന ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം ഞാൻ താഴെ മറ്റേ ക്ലോത്ത് ഡയപ്പറാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലോത്ത് ഡയപ്പറാണ് താഴെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ എന്താ പറയുക, മറ്റേ ഇതിൻ്റെ ട്രൗസർ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രൗസറൊന്നും ഇടിപ്പിച്ചില്ല. പിന്നെ തൊടയിലാണല്ലോ നമുക്ക് കുത്തി വയ്ക്കാനുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇടിപ്പിക്കാൻ പോയുമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ മ്യൂസിനെ ഞാൻ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് പൊട്ടും കാര്യങ്ങളൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്, മുടിയിരി കൊടുക്കുന്നുണ്ട്, ചീരപ്പൊക്കെ കൊണ്ടുവരിക മേമ എനിക്കിത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അമ്മയുടെ ഇടയിലേക്ക് കൊടുത്തു വിട്ടു അവനെ. അപ്പം അമ്മോട് ഞാൻ പറഞ്ഞു, കണ്ണും സംഭവങ്ങളൊക്കെ എഴുതി കൊടുത്തു, നമ്മൾ പുറത്തേക്ക് പോകണതല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മളത് എഴുതി കൊടുത്തു പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പുറത്തേക്ക് പോകുമ്പോൾ അത് എഴുതി കൊടുത്ത് പൊക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഒരുക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ജോയേട്ടൻ വന്നു കേട്ടോ. ജോയേട്ടൻ വന്നു. നമ്മൾ നേരെ പോണത് ചെറുനല്ലൂർ ഹെൽത്തിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെറുനല്ലൂർ ഹെൽത്തിലെത്തി കേട്ടോ. അപ്പോൾ ഹെൽത്തിൽ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ടോക്കൺ കിട്ടിയിട്ടുള്ളത് 2 നമ്പറാണ് കേട്ടോ. ഞാൻ പോകുമ്പോൾ അധികം ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ വാക്സിൻ എടുക്കാനായിട്ട് വരുന്നേ ഉള്ളൂ. നമ്മളൊരു 10 മണി 10:15 കൂടിയിട്ട് നമ്മളവിടെ ഹെൽത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ലിയാൻ ബേബിയും അവിടെ ഇരുന്നു കേട്ടോ. മറ്റേ വാക്സിൻ എടുക്കുന്ന സ്ഥലത്ത് അവിടെ ഇരുന്നു. ഞാനും മ്യൂസും കൂടിയിട്ട് നമുക്ക് OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ 3 രൂപയാണ് കേട്ടോ നമുക്ക് OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരുന്നു കേട്ടോ. ഞാൻ കണ്ടില്ലേ, ആരുമില്ല, അധികം പേരില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഉണ്ണിയുടെ വെയിറ്റ് നോക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ 5,200 ആയിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും തിരക്ക് വന്നു തുടങ്ങി, ആൾക്കാർ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു ഉണ്ണി ഇരിക്കണമെന്ന്, ഈ ഒരു ഉണ്ണി ഇരിക്കണമെന്ന് കറക്റ്റ് നമ്മുടെ ലിയാൻ ബേബിയുടെ ചെറിയ ചെറിയ ചായകളിലേക്ക് തോന്നി കേട്ടോ. അങ്ങനെ നമ്മളെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും വിളിച്ചു കേട്ടോ. ടോക്കൺ നമ്പർ 2 വിളിച്ചു. അധികം പേര്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് നമുക്ക് ടോക്കൺ നമ്പർ 2 കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത് ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് സൈറ്റ് ബ്ലോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് OTPയും കാര്യങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ മറ്റേ കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ളത് ചേച്ചിയുടെ നമ്പറിലായിരുന്നു, എൻ്റെ നമ്പർ ആയിരുന്നില്ല. എനിക്ക് ആ ടൈമിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് നമ്പർ മാറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നമ്പർ മാറ്റി, അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ എൻ്റെ നമ്പറിലേക്ക് OTPയും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു അംഗനവാടിയിൽ നിന്ന് ഒരു ബുക്ക് തരും കേട്ടോ. ആ ബുക്കിൽ നമ്മുടെ സെക്കൻഡ് ഡോസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ വാക്സിൻ എടുക്കാനായിട്ട് കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുക എത്ര ദിവസമായി, സെക്കൻഡ് ഡോസ് അല്ലേ, അങ്ങനെ നമ്മൾ കാരണം കറക്റ്റ് ചോദിച്ചിട്ടാട്ടോ അവർ ചെയ്യുന്നത്. കാരണം പക്കായിട്ടാണ് അവരവിടെ ചെയ്യുന്നത്. പക്ഷേ വീഡിയോയും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പ്രാവശ്യം മ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അമ്മ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം മ്യൂസ് ഉള്ള കാരണം വീഡിയോയും മ്യൂസും ഒക്കെ കൂടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അവർ നമ്മളോടടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളിപ്പിക്കരുത്, 2 ദിവസം കുളിപ്പിക്കരുത്, 2 ദിവസം പാരസെറ്റമോളിൻ്റെ ഡ്രോപ്സ് കൊടുത്തോളോ, പനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കൊടുത്തോ, പിന്നെ എന്നിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വാക്സിനേഷൻ വരുന്നത് ഫെബ്രുവരി 12-ാം തീയതിയാണ് കേട്ടോ. ഒരു 1 മന്ത് കഴിഞ്ഞിട്ടാണ് ഇനി വാക്സിൻ എടുക്കാൻ ചെല്ലേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രോപ്സ് ഒരു 2.5 ml ആണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഒരു 6 hours കഴിയുമ്പോൾ അങ്ങനെ കൊടുത്താൽ മതി. 2 ദിവസം കൊടുക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുളിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നിട്ടാട്ടോ നമ്മൾ വീട്ടിലേക്ക് പോണത്. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോണത് വേറൊരു ചേട്ടൻ്റെ ഓട്ടോയിലാണ് കേട്ടോ. ജോയേട്ടൻ ആ സമയത്ത് ഒരു മരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ വിളിച്ചു പറഞ്ഞു വരാൻ പറ്റില്ല, അവിടെ പുറത്ത് തന്നെ ഓട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആൾ കൊണ്ടുവന്നാക്കി തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് കറക്റ്റായിട്ട് അറിയില്ല. നമ്മളപ്പോൾ കറക്റ്റായിട്ട് ഇവിടെയാണ് കുറേ വീടുകൾ പറഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ആൾക്ക് മനസ്സിലായത്. അങ്ങനെ അപ്പോൾ ചെക്കനാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ, അവൻ ഓക്കെ ആയിരുന്നു, വലിയ വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടിയിലിരിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാരസെറ്റമോളാണ് തന്നിട്ടുള്ളത്. നമ്മൾ 2.5 ml കൊടുക്കാൻ വന്നു കഴിഞ്ഞ് അപ്പം തന്നെ കൊടുത്തു. അവർ പറഞ്ഞു പനിക്കാൻ വേണ്ടി നിൽക്കണ്ട, വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ 2.5 ml കൊടുത്തോളൂ. നമ്മൾ ചിലപ്പോൾ പനിച്ചു ചിലവർക്ക് പനിക്കും, ചിലവർക്ക് പനിച്ചു എന്ന് വരില്ല. അപ്പം നമ്മൾ അപ്പം തന്നെ ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾക്ക് ഞാൻ കടന്നുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ വാക്സിനേഷൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പുറത്ത് ബെല്ലൈക്കണും കൂടി അമർത്തിയിട്ട് വീഡിയോ കണ്ടോളൂ. അപ്പോൾ ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും ഗൈസ്. ബൈ.